ഈ ഫ്ലെക്സിൽ കാണുന്ന കണക്ക് തന്നെ തലതിരിഞ്ഞതാണ് ഇവരുടെ വികസനവും. ഇപ്പോൾ ഒരു മാസത്തേക്ക് KSRTC ബസ്സിൽ ഒട്ടിച്ച ഈ വികസന ഫ്ലെക്സ് മുഴുവനും വലിച്ചു കയറി കളഞ്ഞു ഇലക്ഷൻ ആയപ്പോഴത്തേക്കും. അതാണ് ഈ മറ്റേ ഫ്ലെക്സ് വഴിയുള്ള വികസനമാണ് ഇവരുടെ വികസനം എന്ന് പറയുന്നത്. കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഈ എല്ലാ കെട്ടിടങ്ങളുടെ മുകളിൽ വലിയ ഫ്ലെക്സ് വെച്ചിരിക്കും. അപ്പോൾ ഈ ഫ്ലെക്സിലെ വികസനം കൊണ്ട് ജനങ്ങളുടെ പട്ടിണി മാറും. നമുക്ക് ഒരു പഴമയില്ലേ, ഏട്ടിലെ പശു പുല്ല് തിന്നത്തില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ ഫ്ലെക്സിലെ പശുവും പുല്ല് തിന്നത്തില്ല. ഇങ്ങനെ കോടികൾ കൊടുത്ത് ബിൽഡിങ്ങുകളിലൊക്കെ ഫ്ലെക്സ് അടിച്ച് വെച്ചെന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ദുരിതം മാറും. മറ്റേ പട്ടിണി ഇല്ലാതാക്കിയെന്നും പറഞ്ഞ് പരസ്യം ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ ഒരു 4,00,000 രൂപ ഈ ജനങ്ങളുടെ ക്ഷേമത്തിന് ചിലവാക്കിയിരുന്നെങ്കിൽ ഈ നാട് എത്രയോ പുരോഗമിച്ചേനെ. അതൊന്നും ചിലവാക്കാതെ ഈ അവരുടെ ഇമേജ് വർദ്ധിപ്പിക്കാനായിട്ട് അത് ഈ എല്ലാ ഫ്ലെക്സിലും ഈ ഒരു തിരുമോന്ത മാത്രമേ ഉള്ളൂ. ആ തിരുമോന്ത എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിലുള്ള തിരുമോന്തയെക്കായാലും എന്തൊക്കെയോ കൃത്രിമം ചെയ്തിട്ട് വികൃതമാക്കി വെച്ചിരിക്കുകയാണ്. യഥാർത്ഥ ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തിരുന്നെങ്കിൽ ഇതിലും മനോഹരമാക്കാമായിരുന്നു. ഇത് AIയോ ഫോട്ടോഷോപ്പോ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ട് വൃത്തികെട്ട രീതിയിലൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഞങ്ങളല്ലാതെ മറ്റാരെന്നും പറഞ്ഞ് പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ പട്ടിണി മാറുമോ, കേരളത്തിലെ ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുമോ? അതിനൊക്കെ വേറെ കാര്യങ്ങൾ ചെയ്യണം, ഭരണപരമായ കാര്യങ്ങളുണ്ട്. അതൊന്നും ചെയ്യാതെ ഫ്ലെക്സിൽ കൂടെ മാത്രം വികസിപ്പിക്കുമെന്ന് കണ്ടുപിടിച്ച ലോകത്തിലെ ആദ്യത്തെ ഭരണാധികാരിയാണ് ഇദ്ദേഹം. പിണറായി വിജയൻ്റെ ഒരു ഫ്ലെക്സാണിത്. ഇത് രാത്രി സ്പോട്ട് ലൈറ്റൊക്കെ ഇട്ട് നിർത്തിയിരിക്കുകയാണ്. അതായത് ഇങ്ങനത്തെ ഒരു പരസ്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഈ എന്തുമാത്രം ലക്ഷം രൂപയായിട്ടുണ്ടാവും ഈ ഒറ്റ ഒരു ഫ്ലെക്സിന് മാത്രം. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്ത് വരണം കണ്ടില്ലേ. എല്ലാ സംരംഭകരെയും ചേർത്ത് പിടിക്കാൻ മറ്റാരുണ്ട്, LDF എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇവർ ഏത് സംരംഭകനെ ചേർത്ത് പിടിച്ച കാര്യമാണ് പറയുന്നത്? നമ്മൾ ആന്തൂർ സാജൻ്റെ കഥ നമ്മൾ നവമാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. പിന്നെ കിറ്റക് സാബുവിനെ ഇവിടെ ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പറയുന്നത്, പച്ചക്കള്ളം പറയുന്നത്, എല്ലാ നിക്ഷേപകരെയും ചേർത്ത് പിടിക്കാൻ LDF അല്ലാതെ മറ്റാരുണ്ടെന്ന്. ഇവരുടെ ഈ യൂണിയൻകാരോട് മല്ലിട്ടൊരു വ്യവസായം തുടങ്ങണമെങ്കിൽ ഇവിടെ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? എന്നിട്ട് ചുമ്മാതെ ഇങ്ങനത്തെ ഉള്ള ഇത് ഫ്ലെക്സ് അടിച്ച് വെച്ചിരിക്കും.